പ്രൈസ് ദി ലോർഡ്. എല്ലാവർക്കും കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നേഹവും വന്ദനവും അറിയിക്കുന്നു. കർത്താവ് എല്ലാവരെയും അനുഗ്രഹത്തോടെ നടത്തട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു. ദൈവത്തിന് മഹത്വം. യോഹന്നാൻ എഴുതിയ സുവിശേഷത്തിൽ നമ്മൾ 5-ാം അധ്യായത്തിലേക്ക് ചെല്ലുമ്പോൾ അവിടെ 38 വർഷം ബെത്സേദ കുളക്കരയിൽ കിടക്കുന്ന ഒരു മനുഷ്യനെ കാണാം. ആ മനുഷ്യൻ്റെ ദുഃഖം എന്താണെന്ന് ചോദിച്ചാൽ അനേകർ സൗഖ്യമായി പോകുന്നത് ആ മനുഷ്യൻ കണ്ടു നിൽക്കുകയാണ്. പക്ഷേ തനിക്ക് ആ കുളത്തിൽ ഇറങ്ങുവാൻ കഴിയുന്നില്ല. താൻ ഇറങ്ങാൻ ചെല്ലുന്നതിന് മുമ്പ് മറ്റൊരുവൻ ഇറങ്ങി സൗഖ്യമാകുന്ന ഒരവസ്ഥയാണ് ആ മനുഷ്യൻ അനുഭവിക്കുന്നത്. ആ മനുഷ്യൻ്റെ അടുക്കലാണ് യേശു കർത്താവ് ചെന്നിട്ട് ചോദിക്കുന്നത്, നിനക്ക് സൗഖ്യമാകുവാൻ മനസ്സുണ്ടോയെന്ന്. നമുക്കറിയാം, 5-ാം വാക്യത്തിലേക്ക് ചെല്ലുമ്പോൾ അവിടെ വായിക്കുന്നത്, എന്നാൽ 38 ആണ്ട് രോഗം പിടിച്ച് കിടന്നൊരു മനുഷ്യൻ അവിടെ ഉണ്ടായിരുന്നു. അവൻ കിടക്കുന്നത് യേശു കണ്ടു. ഇങ്ങനെ ഏറിയ കാലമായിരിക്കുന്നു എന്നറിഞ്ഞു. ദൈവം കാണുകയും അറിയുകയും ചെയ്യുക. ദൈവമക്കളെ, സകലരും നിന്നെ കൈവിട്ടേക്കാം, പക്ഷെ ദൈവം നിന്നെ ഒരിക്കലും കൈവിടുകയില്ല. നിൻ്റെ സാഹചര്യങ്ങൾ അറിയുന്ന, നിൻ്റെ വേദന അറിയുന്ന, നിൻ്റെ ഹൃദയം അറിയുന്ന കർത്താവാണ്. 38 വർഷം കുളക്കരയിൽ കിടക്കുന്ന മനുഷ്യൻ, വേണമെങ്കിൽ ഇങ്ങനെ പറയാം, യേശു കർത്താവ് ഈ ഭൂമിയിൽ മനുഷ്യനായി ജനിക്കുന്നതിന് മുമ്പ് കുളക്കരയിൽ കിടക്കുന്ന മനുഷ്യനാണ്. യേശു കർത്താവ് ഭൂമിയിൽ മനുഷ്യനായി 33.5 വർഷമേ ഈ ഭൂമിയിൽ ജീവിച്ചുള്ളൂ മനുഷ്യനായിട്ട്. ഹല്ലേലൂയ. അപ്പോൾ അതിനു മുമ്പ് കുളക്കരയിൽ കിടക്കാൻ തുടങ്ങിയ മനുഷ്യനാണ്. ആ മനുഷ്യൻ്റെ അടുക്കലേക്കാണ് യേശു കർത്താവ് വന്ന്, നിനക്ക് സൗഖ്യമാകുവാൻ മനസ്സുണ്ടോ? പലപ്പോഴും നമ്മളോടും ഇതുപോലെ ദൈവ സാന്നിധ്യം നിറഞ്ഞു നിൽക്കുന്ന, അല്ലെങ്കിൽ ആത്മശക്തിയിൽ നിൽക്കുന്ന ദൈവദാസന്മാരോ ദൈവദാസിമാരോ ആലോചനകളും ദൂതുകളും ഒക്കെ പറയുമ്പോൾ നമ്മൾ ഇതുപോലൊക്കെയാണ്. നടക്കുമോ ഇല്ലയോ? ഹല്ലേലൂയ. സാധ്യതയില്ല. നമ്മളെങ്ങനെയൊക്കെയാണ് പലപ്പോഴും നമ്മുടെ സാഹചര്യങ്ങളെ നോക്കി സംസാരിക്കുന്നവരാണ്. നമ്മുടെ മുന്നോട്ടുള്ള യാത്രയിൽ അത് സാധിക്കുമോ ഇല്ലയോ എന്ന് സാഹചര്യം നോക്കിയാണ് നമ്മൾ സംസാരിക്കുന്നത്. ദൈവത്തിൻ്റെ വചനത്തിൽ എത്ര പേർ ആഴമായി വിശ്വസിക്കുന്നുണ്ട്? ഇവിടെ യേശു കർത്താവ് ആ മനുഷ്യനോട് ചോദിച്ച ചോദ്യം, നിനക്ക് ഹല്ലേലൂയ സൗഖ്യമാകുവാൻ മനസ്സുണ്ടോ? എന്നിട്ട് കർത്താവ് ആ കുറച്ച് ഉത്തരങ്ങൾ എന്താ? യജമാനേ, വെള്ളം കലങ്ങുമ്പോൾ എന്നെ കുളത്തിലാക്കുവാൻ എനിക്കാരുമില്ല. ഹല്ലേലൂയ. നമ്മളെ സഹായിപ്പാൻ ഒരുപക്ഷെ ആരുമില്ലായിരിക്കാം ദൈവമക്കളെ. ആരും നിന്നെ സഹായിപ്പാനില്ലായിരിക്കാം. ആരും നിൻ്റെ വേദന കാണുന്നില്ലായിരിക്കാം. ആരും നിൻ്റെ ഭാരം അറിയുന്നില്ലായിരിക്കാം. നീ കടന്നു പോകുന്ന വിഷയങ്ങൾ എന്തുമായിക്കൊള്ളട്ടെ, ഇന്ന് പകൽക്കാലം ദൈവകരത്തിലേക്കൊന്ന് ഏൽപ്പിച്ചു കൊടുത്തേ. ദൈവം അതിൻ്റെ മേൽ നിനക്ക് അത്ഭുതങ്ങളെ കാണുവാൻ സഹായിക്കും. യേശു കർത്താവ് ആ മനുഷ്യനോട് പറഞ്ഞ്, എഴുന്നേറ്റ് നിൻ്റെ കിടക്ക എടുത്ത് നടക്കുക. ഹല്ലേലൂയ. ആരും സഹായിപ്പാനില്ലെങ്കിൽ കർത്താവ് അടുത്ത് വരും. ഇന്ന് പകൽക്കാലം നിൻ്റെ ഹൃദയത്തിൽ നിന്നെ ആരും സഹായിപ്പാനില്ലെന്ന് നീ ഭാരപ്പെടുന്നുണ്ടെങ്കിൽ നീ ഉറച്ച് വിശ്വസിക്ക്, ദൈവം എൻ്റെ അടുക്കൽ വരുമെന്ന്. നിശ്ചയമായും വരും, നിശ്ചയമായും വരും. ഹല്ലേലൂയ. ആ മനുഷ്യൻ ആരോടും വേദന പറയുന്നതായിട്ട് ഇതിനകത്തില്ല. ഹല്ലേലൂയ. യേശു കർത്താവ് ചോദിച്ചപ്പോഴാണ് വേദന പറഞ്ഞത്. ഇന്ന് പകൽക്കാലം നീ വേദന പറയുന്നില്ലേ? നിൻ്റെ നിൻ്റെ ദൈവത്തോട് ദൈവം നിനക്ക് വേണ്ടി അത്ഭുതം ചെയ്യും. വിശ്വസിച്ച് പ്രാർത്ഥിക്ക്. വൻ കാര്യങ്ങളെ സ്വർഗം ചെയ്യും. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലെസ് യു.